JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. ട്രേഡ്സ്മാൻ ഷീറ്റ് മെറ്റൽ ഇൻ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ചുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള റാങ്ക് ഫയൽ ലഭ്യമാണ്. റാങ്ക് ഫയലിന്റെ ഡീറ്റെയിൽസ് ഡെമോ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിന്റെ വിശദമായിട്ടുള്ള സിലബസും പരീക്ഷാ ഡേറ്റ്, എത്ര പേരാണ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നത്, അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് എത്രയാണ് വന്നിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് വിശദമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് റാങ്ക് ഫയൽ, അതായത് ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള റാങ്ക് ഫയൽ, അതായത് ഏറ്റവും പുതിയ സിലബസ്, അതുപോലെ തന്നെ ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യനുകൾ എല്ലാം ഉൾപ്പെടുത്തിയാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്ക് ആദ്യം റാങ്ക് ഫയലിന്റെ ഡെമോ ഒന്ന് നമുക്ക് നോക്കാം. അതായത് ആദ്യം നമ്മൾ ഏറ്റവും പുതിയ സിലബസ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഓരോ ടോപ്പിക്കും, അതായത് സിലബസിൽ വരുന്ന ഓരോ ടോപ്പിക്കും, ഇപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട 10 ടോപ്പിക്കുകൾ, അതായത് ഷീറ്റ് മെറ്റലുമായിട്ട് ബന്ധപ്പെട്ടുള്ള 10 ടോപ്പിക്കായിട്ട് 10 ഡിവിഷനായിട്ട് തിരിച്ചാണ്, ഓരോന്നിനും 10 മാർക്ക് വെച്ച് തിരിച്ച് ആണ് പുതിയ സിലബസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഓരോ ടോപ്പിക്കിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകൾ, അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യനുകൾ, ഇപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ അകത്ത് കണ്ടാൽ മനസ്സിലാവും, മെറ്റലർജിയുടെ ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകൾ എല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ സ്പെസിഫിക്കേഷൻ ഓഫ് മെറ്റൽ സെക്ഷൻസ്, മേക്കിംഗ് പ്രോസസ് ബി, അങ്ങനെയുള്ള അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്വസ്റ്റ്യനുകളെല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഷീറ്റ് മെറ്റൽ സീംസ്, സ്റ്റിഫനിങ് പ്രോസസ്, ഇങ്ങനെയുള്ള ആ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകൾ എല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ, അതായത് എല്ലാ ടോപ്പിക്കും 10 ടോപ്പിക്കായിട്ട് തിരിച്ചേക്കുവാണ്. ആ 10 ടോപ്പിക്കിൽ നിന്നുള്ള എല്ലാ ടോപ്പിക്കിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകളും, കൂടാതെ ഇതുവരെ വന്നിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യനുകൾ എല്ലാം തന്നെ റാങ്ക് ഫയലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് PDF ആയിട്ടാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. ഇതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കെല്ലാം തന്നെ വളരെ എളുപ്പത്തിൽ റാങ്ക് കരസ്ഥമാക്കാൻ വേണ്ടി തരത്തിൽ എക്സാം ക്രാക്കർ ആയിട്ടാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ വിശദമായിട്ടുള്ള സിലബസിനെ കുറിച്ച് നമുക്ക് ഒന്ന് നോക്കാം. ഓരോന്നിനും മൊഡ്യൂൾ 1 6 മാർക്കാണ്, മെറ്റലർജി ആണ് വന്നിട്ട് വരുന്നത്. അതുപോലെ തന്നെ മൊഡ്യൂൾ 2 അതിനും 6 മാർക്കാണ്, സ്പെസിഫിക്കേഷൻ ഓഫ് മെറ്റൽ സെക്ഷൻസ് എ ആൻഡ് മേക്കിംഗ് പ്രോസസ് ബി. അതുപോലെ തന്നെ മൊഡ്യൂൾ 3 മെഷറിംഗ് ആൻഡ് മാർക്കിംഗ് ടൂൾസ് ആണ്. മൊഡ്യൂൾ 3ക്ക് അത് വരുന്നത്, അതിനും 12 മാർക്സ് ആണ് ഉള്ളത്. അടുത്തത് മൊഡ്യൂൾ 4ന് 12 മാർക്സ് ആണുള്ളത്. കട്ടിംഗ് ആൻഡ് ഫോമിംഗ് ടൂൾസ് ആണ് അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ മൊഡ്യൂൾ 5 8 മാർക്കാണുള്ളത്. അതിനകത്ത് ഷീറ്റ് മെറ്റൽ സീംസ് എ ആൻഡ് സ്റ്റിഫനിങ് പ്രോസസ് ബി ആണ് അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിന് ടോട്ടൽ 8 മാർക്കാണ് ഉള്ളത്. അടുത്ത മൊഡ്യൂൾ 6, അതിന് 20 മാർക്കാണുള്ളത്. വേരിയസ് കട്ടിംഗ് ആൻഡ് ഫോമിംഗ് പ്രോസസ് എ, സർഫേസ് ഡെവലപ്മെന്റ്സ് ബി, ഇതാണ് അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്തതായിട്ട് മൊഡ്യൂൾ 7 മാർക്സ് 12 ആണ്. അതിനകത്ത് മെഷീൻസ് ആൻഡ് എക്യുപ്മെന്റ്സ് ഫോർ ഷീറ്റ് മെറ്റൽ ഫാബ്രിക്കേഷൻ പ്രോസസ് ആണ്. അതിന്റെ ടോട്ടൽ മാർക്സ് എന്ന് പറഞ്ഞാൽ 12 മാർക്കാണ്, 12 മാർക്സ് ആണുള്ളത്. അടുത്തത് മൊഡ്യൂൾ 8നകത്ത് അതിനും 12 മാർക്സ് ആണുള്ളത്. വേരിയസ് ജോയിനിങ് പ്രോസസ് എ, അഡ്വാൻസ്ഡ് കട്ടിംഗ് പ്രോസസ് ബി. മൊഡ്യൂൾ 9 മാർക്ക് 6 ആണ്. സർഫേസ് പ്രിപ്പറേഷൻ, സർഫേസ് പ്രൊട്ടക്ഷൻ എ, അലുമിനിയം ഫാബ്രിക്കേഷൻ ആണ് ബി ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിന് മാർക്ക് 6 മാർക്കാണ് ടോട്ടൽ ആയിട്ടുള്ളത്. അടുത്തത് മൊഡ്യൂൾ 10, അതിന് മാർക്ക് 6 ആണ്. അതിന്റെ മാനുഫാക്ചറിംഗ് റിപ്പയറിംഗ് എ, മെറ്റീരിയൽ കാൽക്കുലേഷൻ ബി ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിന് ടോട്ടൽ മാർക്ക് 6 മാർക്കാണ്. ഇത്രയുമാണ് ഇതിന്റെ സിലബസും മാർക്ക് ഡിസ്ട്രിബ്യൂഷനും വരുന്നത്. അപ്പോൾ അതിന്റെ പരീക്ഷാ ഡേറ്റ്, അതുപോലെ തന്നെ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ്, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് അതിന്റെ സ്കെയിൽ ഓഫ് എത്രയാണ്, പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ള എത്രയാണെന്നൊക്കെ നമുക്ക് വിശദമായിട്ട് നോക്കാം. അതിന്റെ പരീക്ഷ കാറ്റഗറി നമ്പർ 425/2023 ആണ്. ട്രേഡ്സ്മാൻ ഷീറ്റ് മെറ്റലാണ്. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. സ്റ്റേറ്റ് വൈഡ് ആണ്. 24/5/2024 ഫ്രൈഡേ ആണ് പരീക്ഷ ഡേറ്റ്. ഇംഗ്ലീഷിലാണ് പരീക്ഷ. 10,060 പേരാണ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത്. അപ്പോൾ അതിന്റെ സ്കെയിൽ ഓഫ് പേ എത്രയാണ് വരുന്നത് നോക്കാം. അതിന്റെ സ്കെയിൽ ഓഫ് പേ 26,500 60,700 ആണ് സ്കെയിൽ ഓഫ് പേ വരുന്നത്.
അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ള 64.46 ആണ് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ വളരെ ശ്രദ്ധിക്കണം. റാങ്ക് ഫയൽ നിങ്ങൾക്ക് ലഭ്യമാണ്. PDF ആയിട്ടാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ റാങ്ക് ഫയൽ ഞാൻ മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ നിങ്ങൾക്ക് അയച്ചു നൽകുന്നതാണ്. എക്സാം ക്രാക്കർ ആയിട്ടാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കും. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.